ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റാണ് 12/3/1988. മുരളി ഡേറ്റ് 29/8/2021. അവ്യക്ത മഹാവാക്യത്തിൻ്റെ ഹെഡിങ് ഇതാണ്: 3 प्रकार का स्नेह तथा दिल के स्नेही बच्चों की विशेषताएं. 3 പ്രകാരത്തിലുള്ള സ്നേഹം, അതുപോലെ ഹൃദയത്തിൻ്റെ സ്നേഹികളായ കുട്ടികളുടെ വിശേഷതകളും. आज बाप दादा अपने स्नेही, सहयोगी और शक्तिशाली ऐसे तीनों विशेषताओं से संपन्न बच्चों को देख रहे हैं. ഇന്ന് ബാബ് ദാദ തൻ്റെ സ്നേഹി, സഹയോഗി, ശക്തിശാലി ഈ 3 വിശേഷതകളാൽ സമ്പന്നരായിരിക്കുന്ന മക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ये तीनों विशेषताएं जिसमें समान है वही विशेष आत्माओं में नंबर 1 आत्मा है. ഈ 3 വിശേഷതകളും ആരിലാണോ സമാനമായിരിക്കുന്നത് അവർ വിശേഷ ആത്മാക്കളിൽ നമ്പർ 1 ആത്മാക്കളായിരിക്കും. स्नेही भी हो और सदा हर कार्य में सहयोगी भी हो, साथ साथ शक्तिशाली भी हो. സ്നേഹികളുമായിരിക്കണം, ബാബയുടെ എല്ലാ കാര്യത്തിലും സഹയോഗികളുമായിരിക്കണം, അതോടൊപ്പം തന്നെ ശക്തിശാലിയും ആയിരിക്കണം. സ്നേഹി तो सभी है, लेकिन स्नेह में एक है दिल का स्नेह, दूसरा है समय प्रमाण मतलब का स्नेह और तीसरा है मजबूरी के समय का स्नेह. സ്നേഹത്തിൽ എല്ലാവരും സ്നേഹികളാണ്. എന്നിരുന്നാലും സ്നേഹം എന്ന് പറയുമ്പോൾ ഒന്ന് ഹൃദയത്തിൻ്റെ സ്നേഹം, രണ്ടാമത്തത് സമയമനുസരിച്ചുള്ള സ്നേഹം, മൂന്നാമത്തത് നിർബന്ധിതരായി സ്നേഹികളാകുന്നവർ. जो दिल का स्नेही है उसकी विशेषता यह होगी कि वो सर्व संबंध, सर्व प्राप्तियां सदा सहज स्वतः അനുഭവ करेगी. ആരാണോ ഹൃദയത്തിൻ്റെ സ്നേഹികൾ, അതായത് ബാബയോട് ആന്തരികമായിട്ട് സ്നേഹമുള്ളവർ, അവരുടെ വിശേഷതയാണ് അവർ സർവസംബന്ധം, സർവപ്രാപ്തികൾ സദാ സ്വാഭാവികമായും സഹജമായും നേടുന്നവരായിരിക്കും. ഏക സംബന്ധ की अनुभूति में भी कमी नहीं. ഒരു സംബന്ധത്തിൻ്റെ അനുഭൂതിയിൽ പോലും കുറവുണ്ടാവുകയില്ല. जैसा समय वैसे संबंध के स्नेह के भिन्न भिन्न अनुभव करने वाले. ഏതുപോലെ സമയം, സാഹചര്യം അതിനനുസരിച്ച് ബാബയോടുള്ള സംബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങൾ ചെയ്യുന്നവർ. समय को जानने वाले और समय प्रमाण संबंध को भी जानने वाले होंगे. സമയത്തെ തിരിച്ചറിയുന്നവരും ആ സമയത്തിനനുസരിച്ച് സംബന്ധത്തെക്കുറിച്ച് അറിയുന്നവരുമായിരിക്കും. അതായത് ഏത് സാഹചര്യത്തിൽ ബാബയോട് ഏത് സംബന്ധമാണ് വെക്കേണ്ടതെന്നുള്ള അറിവ് അവർക്കുണ്ടാകും. अगर बाप जब शिक्षक के रूप में श्रेष्ठ पढ़ाई पढ़ा रहे हैं, ऐसे समय पर शिक्षक के संबंध का अनुभव कर सकारोप की अनुभूति में मिलन मनाने का व रूह रिहान करने में लग जाए तो पढ़ाई की तरफ अटेंशन नहीं होगा. ബാബ്ദാദ ഉദാഹരണം പറയാണ്. എപ്പോഴാണോ ബാബ ശിക്ഷകന്റെ രൂപത്തിൽ വന്ന് ശ്രേഷ്ഠ പഠിപ്പ് പഠിപ്പിക്കുന്നത്, ആ സമയം ശിക്ഷകന്റെ സംബന്ധത്തെ അനുഭവം ചെയ്യുന്നതിന് പകരം ഒരു കൂട്ടുകാരൻ്റെ രൂപത്തിൽ ആ സംബന്ധത്തിൻ്റെ അനുഭൂതിയാണ് ചെയ്യുന്നതെങ്കിൽ, ബാബയോട് മിലനം ആഘോഷിക്കുന്നു അഥവാ ആത്മീയ വാർത്താലാപം ചെയ്യുന്നു എങ്കിൽ പഠിപ്പിൽ എങ്ങനെയാണ് ശ്രദ്ധ ഉണ്ടാവുക? അപ്പോൾ പഠനത്തിൽ അഥവാ ജ്ഞാനത്തിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല. पढ़ाई के समय अगर कोई कहे कि मैं आवास से परिस्थिति में बहुत शक्तिशाली अनुभव कर रहा हूँ,
ബാബ പഠിപ്പിക്കാൻ ശിക്ഷകനായി വന്നു നിൽക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ശബ്ദത്തിൽ നിന്നും ഉപരിയായ സ്ഥിതിയുടെ ശക്തിശാലി അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. तो पढ़ाई के समय क्या ये right है? ബാബ പഠിപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ ശബ്ദത്തിൽ നിന്ന് ഉപരിയായ സ്ഥിതിയുടെ അനുഭവം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? क्योंकि जब आप शिक्षक के रूप में पढ़ाई द्वारा श्रेष्ठ पद की प्राप्ति कराने आते तो उस समय टीचर के सामने गॉडली स्टूडेंट लाइफ ही यथार्थ. കാരണം എപ്പോഴാണോ ബാബ ശിക്ഷകന്റെ രൂപത്തിൽ വന്ന് പഠിപ്പിലൂടെ ശ്രേഷ്ഠ പദവിയുടെ പ്രാപ്തി ഉണ്ടാക്കാൻ നോക്കുന്നത്, അപ്പോൾ ആ സമയത്ത് ടീച്ചറിൻ്റെ മുന്നിൽ, ശിക്ഷകനായ ബാബയുടെ മുന്നിൽ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതമാണ് യഥാർത്ഥമായിരിക്കേണ്ടത്. इसको कहा जाता समय की पहचान प्रमाण, संबंध की पहचान और संबंध प्रमाण स्नेह के प्राप्ति की अनुभूति. ഇതിനെ തന്നെയാണ് പറയുന്നത് സമയത്തിൻ്റെ തിരിച്ചറിവും അതോടൊപ്പം സംബന്ധത്തിൻ്റെ തിരിച്ചറിവും ആ സംബന്ധത്തിൻ്റെ സ്നേഹത്തിലൂടെ പ്രാപ്തിയുടെ അനുഭൂതിയും. यही बुद्धि को एक्सरसाइज कराओ, जो जैसा चाहे जिस समय चाहे वैसे स्वरूप और स्थिति में स्थित हो सके. ഈ ഒരു എക്സസൈസ് ആണ് ബുദ്ധിയെ കൊണ്ട് ചെയ്യിക്കേണ്ടത്. അതായത് ആരെന്താഗ്രഹിക്കുന്നുവോ ആ സമയത്ത് അതിനനുസരിച്ചുള്ള സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കണം. जैसे कोई शरीर में भारी है, बोझ है, तो अपने शरीर को सहज जैसे चाहे वैसे मोल्ड नहीं कर सकेगा. ഏതുപോലെ ശരീരം വളരെ ഭാരമുള്ളതും നല്ല തടിയുള്ളതാണെങ്കിൽ ശരീരം ആഗ്രഹിച്ച രീതിയിലൊന്നും അതിനെ വളയ്ക്കാനോ മോൾഡ് ചെയ്യാനോ സാധിക്കാറില്ല. ऐसे ही अगर मोटी बुद्धि है अर्थात किसी न किसी प्रकार का व्यर्थ बोझ या व्यर्थ किचड़ा बुद्धि में भरा हुआ है, कोई ना कोई अशुद्धि है, तो ऐसी बुद्धि वाला जिस समय चाहे वैसी बुद्धि को मोल्ड नहीं कर सकेगा. അതുപോലെ തന്നെ ഒരു പക്ഷേ തടിച്ച ബുദ്ധിയുള്ളവരാണ്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും പ്രകാരത്തിലുള്ള വ്യർത്ഥതയുടെ ഭാരം, വ്യർത്ഥതയുടെ അഴുക്കുകൾ ബുദ്ധിയിൽ നിറയ്ക്കുകയാണെങ്കിൽ അഥവാ നിറച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രകാരത്തിലുള്ള അശുദ്ധത ബുദ്ധിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കൊരിക്കലും സമയത്തിനനുസരിച്ച് ബുദ്ധിയെ മോൾഡ് ചെയ്യാൻ സാധിക്കുകയില്ല. इसलिए बहुत स्वच्छ महीन अर्थात अति सूक्ष्म दिव्य बुद्धि, बेहद की बुद्धि, विशाल बुद्धि चाहिए. അതുകൊണ്ട് തന്നെ സദാ സ്വച്ഛ ബുദ്ധി, മഹീൻ അഥവാ അതിസൂക്ഷ്മ ബുദ്ധി, ദിവ്യമായ ബുദ്ധി, പരിധിയില്ലാത്ത ബുദ്ധി, വിശാല ബുദ്ധി ആവശ്യമാണ്. ऐसी बुद्धि वाले ही सर्व संबंध का अनुभव, जिस समय जैसा संबंध वैसा स्वयं के स्वरूप का अनुभव कर सकेगा. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ സർവസംബന്ധത്തിൻ്റെ അനുഭവം ഏത് സമയത്ത് ഏത് സംബന്ധം വേണോ ആ സ്വരൂപത്തിലൂടെ അനുഭവം ചെയ്യാൻ സാധിക്കുക. तो स्नेही सभी है, लेकिन सर्व संबंध का स्नेह समय प्रमाण अनुभव करने वाले सदा ही इसी अनुभव में इतने बिजी रहते, हर संबंध के भिन्न भिन्न प्राप्तियों में इतना लवलीन रहते, मग्न रहते, जो किसी भी प्रकार का विघ्न अपने तरफ झुका नहीं सकता है. ബാബ പറയാണ്, എല്ലാവരും സ്നേഹികൾ തന്നെയാണ്. എന്നിരുന്നാലും സർവസംബന്ധത്തിൻ്റെ സ്നേഹം സമയമനുസരിച്ച് അനുഭവം ചെയ്യുന്നവർ, അവർ സദാ ആ ഒരു അനുഭവത്തിൽ തന്നെ ബിസി ആയിരിക്കും. അതായത് ഓരോ സംബന്ധത്തിൻ്റെ വ്യത്യസ്ത പ്രാപ്തികളിൽ തന്നെ അവർ മുഴുകിയിരിക്കും. ആ ഒരു പ്രാപ്തികളുടെ അനുഭൂതിയിൽ അവർ മഗ്നരായിരിക്കും. അതായത് ഏതെങ്കിലും പ്രകാരത്തിൻ്റെ വിഘ്നങ്ങൾ അവർ ഒരിക്കലും മുട്ടുകുത്തിക്കാൻ സാധ്യമല്ല. इसलिए स्वतः ही सहज योगी स्थिति का अनुभव करते.
അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായും സഹജോഗി സ്ഥിതിയുടെ അനുഭവം ചെയ്യും. ഇസ്കോ കഹാ ജാത്ത നമ്പർ 1 യഥാർത്ഥ സ്നേഹി ആത്മ. ആ ഒരു സ്ഥിതിയിലുള്ളവരെയാണ് നമ്പർ 1 യഥാർത്ഥ സ്നേഹി ആത്മ എന്ന് പറയുക. स्नेह के कारण ऐसी आत्मा को समय पर बाप द्वारा हर कार्य में स्वतः ही सहयोग की प्राप्ति होती रहती. ആ ഒരു സ്നേഹത്തിൻ്റെ കാരണം കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് സമയാനുസാരം ബാബയിലൂടെ ഓരോ കാര്യത്തിലും സ്വാഭാവികമായും സഹയോഗത്തിൻ്റെ പ്രാപ്തി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇസ് കാരണം स्नेह अखंड अटल अचल अविनाशी അനുഭവ ഹോത്ത. അതുകൊണ്ട് തന്നെ ആ ആത്മാക്കൾക്ക് ബാബയുടെ സ്നേഹം അഖണ്ഡമായതും ഉറച്ചതും അചഞ്ചലമായതും അവിനാശിയാണ് എന്ന അനുഭവം ഉണ്ടാകും. സംജ? ബാപ്ദാദ ചോദിക്കാണ്, മനസ്സിലായില്ലേ? യഹേ നമ്പർ 1 സ്നേഹി വിശേഷത. അതാണ് നമ്പർ 1 സ്നേഹി ആത്മാക്കളുടെ വിശേഷത. ദൂസരെ തീസരെ കാ വർണ്ണൻ കർനെ കി തോ ആവശ്യകത ഹി നഹി. രണ്ടാമത്തെ പ്രകാരത്തിലുള്ള സ്നേഹികൾ, അതായത് കാര്യം നേടാൻ വേണ്ടി ബാബയോട് സ്നേഹം പുലർത്തുന്നവർ. മൂന്നാമത്തത് അത്തരത്തിലുള്ള പരീക്ഷണ ഘട്ടത്തിൽ സമയം അവരെ നിർബന്ധിച്ച് ബാബയുടെ സ്നേഹിയാകുന്നവർ. അപ്പോൾ ബാബ പറയണ അവരെക്കുറിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല. ക്യോങ്കി സബ് അച്ചി തരഹ് ജാനത്തെ ഹോ. കാരണം ബാബ പറയണ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ അറിയാം. तो बाप दादा ऐसे स्नेही बच्चों को देख रहे थे. അപ്പോൾ ബാപ് ദാദ അങ്ങനെയുള്ള മക്കളെയും കണ്ടുകൊണ്ടിരുന്നു. ആദി സെ അബ് തക് സ്നേഹ് ഏക് രസ് രഹാ ഹെ. ആദ്യം മുതൽ ഇതുവരെയും അവസാനം വരെയും ബാബയോടുള്ള സ്നേഹം ഏകരസമായിക്കൊണ്ടിരുന്നു. വ സമയ പ്രമാൺ സമസ്യ പ്രമാൺ വ ബ്രാഹ്മണ ആത്മാओं के संपर्क प्रमाण बदलता रहता है. इसमें भी फर्क पड़ जाता है. അതായത് ഏതൊരു കുട്ടിയും ബ്രാഹ്മണ ജന്മം എടുത്ത മുതൽക്ക് ഇന്ന് വരെയും ബാബയോടുള്ള സ്നേഹം ഏകരസമായിരിക്കാറുണ്ടോ? അഥവാ സമയപ്രമാണം മാത്രം സ്നേഹമാണോ? സാഹചര്യങ്ങൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ മാത്രമുള്ള സ്നേഹികളാണോ? ബ്രാഹ്മണ ആത്മാക്കളുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ ആ സ്നേഹം മാറിപ്പോകാറുണ്ടോ? ഇസ്മേ ബി ഫറക് പട് ജാത്താ ഹൈ ന. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ബാബയോടുള്ള സ്നേഹത്തിലും വ്യത്യാസം വരാറില്ലേ? ആജ് സ്നേഹ കാ സുനായ फिर सहयोग और शक्तिशाली तीनों विशेषताओं वाली आत्मा का महत्व सुनाएंगे. അപ്പം ഇന്ന് ബാബ കേവലം സ്നേഹി ആത്മാക്കളുടെ വിശേഷതയാണ് കേൾപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബാബ്ദാദ പറയാണ് പിന്നീട് ഒരിക്കൽ സഹയോഗി ശക്തിശാലി ഈ 3 വിശേഷതകളാൽ കൂടിയ ആത്മാക്കളുടെ മഹത്വത്തെക്കുറിച്ചും ഞാൻ കേൾപ്പിക്കാം. തീനോ ഹി സറൂരി ഹെ. 3 വിശേഷതകളും ആവശ്യമാണ്. സ്നേഹിയായിരിക്കണം, സഹയോഗികളായിരിക്കണം, അതേസമയത്ത് ശക്തിശാലികളും ആയിരിക്കണം. अच्छा, चारों ओर के सर्व दिल के स्नेही बच्चों को. 4 ദിക്കുകളിലുള്ള സർവ ഹൃദയത്തിൻ്റെ സ്നേഹികളായ മക്കൾക്ക് സദാ ദിവ്യ വിശാൽ ബേഹദ് ബുദ്ധിവാൻ ബച്ചോं को. സദാ ദിവ്യവും വിശാലവും ബേഹദ് ബുദ്ധിവാന്മാരായ മക്കൾക്ക് സദാ ബ്രഹ്മാ ബാബ് സമാൻ ഫരിസ്ത സ്ഥിതി കാ അനുഭവ് കർ तीव्र गति से सेवा में स्व उन्नति में सफलता को प्राप्त करने वाले बच्चों को സദാ ബ്രഹ്മാ ബാബയുടെ സമാനം ഫരിഷ്ത സ്ഥിതിയുടെ അനുഭവത്തിലൂടെ തീവ്ര വേഗതയിൽ സേവനത്തിലും സ്വ ഉന്നതിയിലും സഫലത നേടിയെടുക്കുന്ന മക്കൾക്ക് सदा सहयोगी बन बाप के सहयोग का अधिकार अनुभव करने वाले സദാ സഹയോഗിയായി ബാബയുടെ സഹയോഗത്തിൻ്റെ അധികാരം അനുഭവം ചെയ്യുന്ന ഐസെ വിശേഷാത്മാവും കോ. അത്തരത്തിലുള്ള വിശേഷ ആത്മാക്കൾക്ക്
समान बनने वाली महान आत्माओं को बाप दादा का याद प्यारो നമസ്തേ. സമാനരായി മാറുന്ന മഹാൻ ആത്മാക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. वरदान मनन शक्ति द्वारा वेस्ट के वेट को समाप्त करने वाले सदा शक्तिशाली भव. മനന ശക്തിയിലൂടെ വ്യർത്ഥതയുടെ ഭാരത്തെ സമാപ്തം ചെയ്യുന്ന സദാ ശക്തിശാലിയായി ഭവിക്കൂ. വിശദീകരണം. ആത്മാപ്പ വേസ്റ്റ് കാഹി വെയിറ്റ്. ആത്മാവിൽ വ്യർത്ഥതയുടെ ഭാരമാണ് ഉള്ളത്. വേസ്റ്റ് സങ്കൽപ്പ്, വേസ്റ്റ് വാണി, വേസ്റ്റ് കർമ്മ, इससे ആത്മാ ഭാരി ഹോ ജാതി ഹൈ. വ്യർത്ഥ സങ്കല്പം, വ്യർത്ഥ വാക്കുകൾ, വ്യർത്ഥ കർമ്മങ്ങൾ, ഇതിലൂടെ ആത്മ ഭാരമുള്ളതായിത്തീരും. अब इस वेस्ट को खत्म करो. ഇപ്പോൾ ആ വ്യർത്ഥതയാണ് നാം ഇല്ലാതാക്കേണ്ടത്. इस वेट को समाप्त करने के लिए सदा सेवा में बिजी रहो. ആ ഒരു വെയിറ്റ് അതോ ഭാരത്തെ ഇല്ലാതാക്കുന്നതിനായി സദാ സേവനത്തിൽ ബിസിയായിരിക്കൂ. മനൻ ശക്തിക്കോ ബടാവോ. തൻ്റെ മനനശക്തിയെ വർദ്ധിപ്പിക്കൂ. മനൻ ശക്തി സേ ആത്മശക്തിശാലി ബൻ ജായേഗി. മനനശക്തിയിലൂടെ ആത്മശക്തിശാലിയായി മാറും. जैसे भोजन हजम करने से खून बनता है फिर वो शक्ति का काम करता. ഏതുപോലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ നടക്കുകയും അത് രക്തമായി പരിവർത്തനപ്പെടുകയും ചെയ്യുന്നു, അതുപോലെ ഫിർ വോ ശക്തി കാ കാം കർത്ത, അതിനുശേഷം അത് ശക്തിയുടെ കാര്യം ചെയ്യും. ഐസെ മനൻ കർനെ സെ ആത്മാ കി ശക്തി ബഡ്ത്തി. അതുപോലെ മനനചിന്തനം ചെയ്യുന്നതിലൂടെ ആത്മാവിൻ്റെ ശക്തിയാണ് വർദ്ധിക്കുക. സ്ലോഗൻ. जो अपने स्वभाव को सरल बना लेता है उनका समय व्यर्थ नहीं जाता. ആരാണോ തൻ്റെ സ്വഭാവത്തെ ലളിതമാക്കുന്നത്, സരളമാക്കുന്നത്, അവർ തൻ്റെ സമയത്തെ വ്യർത്ഥമാക്കുകയില്ല. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.